വെൽക്കം ടു പ്ലാന്റ് സേപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാന്റ് ഫിസിയോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്ട്രെസ് ഫിസിയോളജി ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് സ്ട്രെസ് ഫിസിയോളജി, സ്ട്രെസ്സുകളുടെ രണ്ട് ടൈപ്പ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് സ്ട്രെസ്, ദെൻ ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഓരോ ടൈപ്പ് സ്ട്രെസ്സിലും ഉണ്ടാകുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ ബയോട്ടിക് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം പ്ലാന്റ് പാത്തോളജിയിൽ നിങ്ങൾ ആ ഒരു ബയോട്ടിക് ആയിട്ടുള്ള സ്ട്രെസ്സിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഡിഫൻസ് മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് സ്ട്രെസ് ഫിസിയോളജി എന്നുള്ള ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ നോക്കാം. ആ ഒരു സ്ട്രെസ് ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാന്റ് സ്ട്രെസ് ഫിസിയോളജി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പ്ലാന്റിന്റെ ഗ്രോത്തിനെയും സർവൈവലിനെയും എഫക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്ലാന്റ് റെസ്പോൺസ് ചെയ്യുന്നത്, അവയുടെ അഡാപ്റ്റേഷൻ എങ്ങനെയാണ് എന്നാണ് ഈ ഒരു സ്ട്രെസ് ഫിസിയോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രെസ് എന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ, അതായത് നമുക്കൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടും ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഒപ്റ്റിമൽ കണ്ടീഷനിൽ നിന്നുണ്ടാകുന്ന ഡീവിയേഷൻ അത് നമ്മുടെ ഒരു പ്ലാന്റിന്റെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ചേഞ്ചിന് കാരണമാവുകയും പെർഫോമൻസിന്റെ റിഡക്ഷന് കാരണമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് സ്ട്രെസ് ആണല്ലേ ഉള്ളത്. ഒന്ന് അബയോട്ടിക് സ്ട്രെസ് ആണ്, രണ്ടാമത്തേത് ബയോട്ടിക് സ്ട്രെസ് ആണ്. അപ്പൊ ഈ ഒരു അബയോട്ടിക് സ്ട്രെസ്സിന്റെ കാര്യം അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ, ഒന്നാമത്തത് മെയിൻ ആയിട്ട് നോൺ ലിവിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു അബയോട്ടിക് സ്ട്രെസ് കോസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് ഇത്തരം കണ്ടീഷൻ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു അബയോട്ടിക് സ്ട്രെസ് ഫിസിയോളജി അല്ലെങ്കിൽ മെറ്റബോളിസത്തെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഈൽഡ് ആണ്. ഇപ്പൊ ഈ ഒരു അബയോട്ടിക് സ്ട്രെസ് വന്നാൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് അബയോട്ടിക് സ്ട്രെസ്സിൽ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ പാത്തോജൻസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു അബയോട്ടിക് സ്ട്രെസ് കുറിച്ച് റിക്കവർ ചെയ്യാം, അത് അത്ര സീരിയസ് അല്ലാത്ത കേസ് ആണെങ്കിൽ. ഓക്കെ, അപ്പം ആ ഒരു അബയോട്ടിക് സ്ട്രെസ് വരുമ്പോൾ ആ ഒരു പ്ലാന്റിൽ എന്തുണ്ടാകും, ആ ഒരു സ്ട്രെസ്സിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസസ്, സ്ട്രെസ് വന്നു കഴിഞ്ഞാലും അവയെ അഡാപ്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസസ് പ്ലാന്റിൽ ട്രിഗർ ചെയ്യുന്ന കൂടി പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള അബയോട്ടിക് സ്ട്രെസ്സസ് ഡ്രോട്ട്, സലൈനിറ്റി, ടെമ്പറേച്ചർ, അതിൽ തന്നെ ഹീറ്റ് സ്ട്രെസ്, കോൾഡ് സ്ട്രെസ്, ദെൻ ലൈറ്റ് സ്ട്രെസ്, ഹെവി മെറ്റൽ സ്ട്രെസ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് അബയോട്ടിക് സ്ട്രെസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ബയോട്ടിക് സ്ട്രെസ്. നമുക്കറിയാം ലിവിങ് ആയിട്ടുള്ള അല്ലെ പാത്തോജൻസ് അല്ലെങ്കിൽ പെസ്റ്റ് കോസ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാ, ബാക്ടീരിയ, ഫംഗസ്, ഇൻസെക്ട്സ്, വീഡ്സ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാന്റ് പാത്തോജൻ ആ ഒരു പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാണ്, ഇൻഫെക്ട് ചെയ്തിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ സെൽ ഫിസിയോളജിയുമായിട്ട് കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു പ്ലാന്റ് പാത്തോജൻ ഇന്ററാക്ഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് പാത്തോളജി എന്ന് പറയുന്ന മൊഡ്യൂളിൽ. ഓക്കെ, ഇപ്പൊ പ്ലാന്റിന്റെ ഹെൽത്തും പ്രൊഡക്ടിവിറ്റിയും റിഡ്യൂസ് ചെയ്യാൻ ബയോട്ടിക് സ്ട്രെസ് കാരണമാകുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ബയോട്ടിക് ഏജൻസി എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇൻസെക്ട്സ്, വീഡ്സ് അല്ലെങ്കിൽ നെമറ്റോഡ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് പ്ലാന്റിൽ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു സ്ട്രെസ്സിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ ഒരു ടേമും അവയുടെ ഡെഫിനേഷനും സിംപ്ലിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഒന്നാമത്തത് എസ്കേപ്പ് ആണ്. ഇപ്പം സോൾട്ട് എസ്കേപ്പേഴ്സ്, ഡ്രോട്ട് എസ്കേപ്പേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ എന്താണ് എസ്കേപ്പ് അല്ലെങ്കിൽ പ്ലാന്റ് എസ്കേപ്പേഴ്സ് എന്ന് വെച്ചാൽ, സ്ട്രെസ് ഒക്കർ ചെയ്യുന്നതിന് മുന്നേ അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അത്തരം ആൾക്കാരെയാണ് എസ്കേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലൈഫ് സൈക്കിൾ ക്വിക്കലി കംപ്ലീറ്റ് ചെയ്യും സ്ട്രെസ് വരുന്നതിന് മുന്നേ, അതാണ് എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ പ്ലാന്റ് എന്ത് ചെയ്യും, ഏർലി ഫ്ലവറിംഗ് ഒക്കെ കാണിക്കുന്നതാണ്. then അവോയ്ഡൻസ് എന്ന് വെച്ചാൽ പ്രിവെന്റിങ് എക്സ്പോഷർ ടു സ്ട്രെസ്, അതായത് സ്ട്രെസ്, അതായത് ഇപ്പം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും, അത്രയും ലൈറ്റ് ഉള്ളിലേക്ക് കടക്കാതിരിക്കുക, ക്യൂട്ടിക്കിളിലൊക്കെ കൂട്ടുക, വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്ട്രെസ്സിന്റെ എക്സ്പോഷർ ആ ഒരു അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. ഡ്രോട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ആയിട്ടുള്ള റൂട്ട് അല്ലെ, അത്രയും ഡീപ്പ് ആയിട്ട് വാട്ടർ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റൽ ക്ലോഷർ ആ ഒരു ടെമ്പറേച്ചറിന്റെ ഒക്കെ ടൈമിലുള്ള അതാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോളറൻസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിനെ സർവൈവ് ചെയ്യുക, ഇത് എൻട്രി തടയലാണ്. അവോയ്ഡൻസ് എൻട്രി തടയലാണ്. ടോളറൻസ് എന്ന് വെച്ചാൽ സ്ട്രെസ്സിനെ സർവൈവ് ചെയ്യുക, ഇന്റേണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ടോളറൻസ് ഒക്കെ വരുന്ന ക്ലാസ്സിൽ ഈ ഒരു സ്ലൈഡിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തത്
ഓസ്മോലൈറ്റ്സിന്റെ അക്യുമുലേഷൻ, ആന്റി ഓക്സിഡൻസിന്റെ പ്രൊഡക്ഷൻ ഒക്കെയാണ്. അത് ഓരോ സ്ട്രെസ് പറയുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് ആണ്. അതായത് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, മെയിൻ ആയിട്ട് ബയോട്ടിക് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. ഒരു ഡാമേജും കൂടാതെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് അക്ലിമേഷൻ അല്ലെങ്കിൽ ഹാർഡനിങ് ആണ്. അതായത് സ്ട്രെസ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്യുക. ഗ്രാജുവൽ അഡാപ്റ്റേഷൻ ടു സ്ട്രെസ് ത്രൂ പ്രയർ എക്സ്പോഷർ. ആദ്യം പ്രശ്നമുണ്ടാവും, പക്ഷെ പിന്നീട് ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് വന്ന് അഡാപ്റ്റേഷനും അനുസരിച്ച് കോപ്പപ്പ് ചെയ്ത് പോകുന്നതിനാണ് അക്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ട്രെസ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഉള്ളത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് മിഡ് ഡ്രോട്ട് അല്ലെങ്കിൽ കോൾഡ് എൻഹാൻസ്ഡ് ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ടോളറൻസ് കൂട്ടുന്നതിനൊക്കെയാണ് മെയിൻ ആയിട്ട് അക്ലിമേഷൻ അല്ലെങ്കിൽ ഹാർഡനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓരോ സ്ട്രെസ്സും നോക്കാം. ബയോട്ടിക് ആയിട്ടുള്ളതല്ല, അബയോട്ടിക് ആയിട്ടുള്ള സ്ട്രെസ് ആണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഡ്രോട്ട് സ്ട്രെസ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. ആദ്യം ഡ്രോട്ട് സ്ട്രെസ്സിന്റെ ഇഫക്റ്റ് ആണ് നോക്കുന്നത്. അപ്പൊ ഒരു ഡ്രോട്ട് സ്ട്രെസ് ഉണ്ടായാൽ ആ ഒരു പ്ലാന്റിൽ എന്താ, വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറയാണ് അല്ലെ, വാട്ടർ ഡെഫിസിറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പൊ വാട്ടർ ഡെഫിസിറ്റ് ആകുമ്പോൾ അവിടെ ടെർഗർ എന്ന് പറയുന്നത് ലോസ് ആകും. ഓക്കെ, ടെർജിഡിറ്റി, വാട്ടറിന്റെ ആ ഒരു പ്ലാന്റിന്റെ ടെർജിഡിറ്റി ലോസ് ആകാൻ കാരണമാകുന്നുണ്ട്. രണ്ടാമത്തേതോ സ്റ്റൊമാറ്റൽ ക്ലോഷർ. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു ഡ്രോട്ട് കണ്ടീഷൻ ആണ്, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിരിക്കും സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻടേക്ക് അവിടെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് എന്തിനു കാരണമാകും, ഫോട്ടോസിന്തസിസ് റിഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ ഇറ്റ് മേ ലീഡ്സ് ടു വിൽട്ടിങ് അല്ലെങ്കിൽ ലീഫ് റോളിംഗ് ആണ്. അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നോട്ട് ആക്കിയിട്ടുള്ളത്. then ആ ഒരു വിൽട്ടിങ് നടക്കാം അല്ലെങ്കിൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി കുറയാം, ഇൻക്രീസ്ഡ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡക്ഷൻ. ഓക്കെ, ആ ഒരു ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കാതെ വരുമ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് അവയുടെ റെസ്പോൺസ് മെക്കാനിസം. ഇത്രയാണ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. റെസ്പോൺസ് മെക്കാനിസം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്റ്റൊമാറ്റൽ ക്ലോഷർ, അതായത് ഡ്രോട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒന്നാമത്തത് റെസ്പോൺസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം പുറത്തു പോകാതെ സംരക്ഷിക്കണം അല്ലെ, ട്രാൻസ്പിറേഷൻ തടയണം. ട്രാൻസ്പിറേഷന്റെ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റ ക്ലോഷർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓസ്മോലൈറ്റ്സ്, പ്രൊലൈൻ ഷുഗേഴ്സ് പോലെയുള്ള ഓസ്മോലൈറ്റ്സിന്റെ അക്യുമുലേഷന് കാരണമാകുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള എൻസൈംസിന്റെ ആക്ടിവേഷൻ. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തത് മെയിൻ ആയിട്ട് ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വാട്ടർ സ്ട്രെസ് ആണ്. അതായത് വാട്ടറിന്റെ സ്ട്രെസ് ഡ്രോട്ട് വരുമ്പോൾ അവിടെ ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓസ്മോലൈറ്റ്സിന്റെ അക്യുമുലേഷൻ എങ്ങനെയാണ് ആ ഒരു ഡ്രോട്ട് സ്ട്രെസ്സിനുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്തുണ്ടായി, വാട്ടറിന്റെ ഡെഫിസിറ്റ് ഉണ്ടായി. അപ്പൊ വാട്ടർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡ്രോട്ട് കണ്ടീഷൻ ആകുമ്പോൾ വാട്ടറിന്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ പെർസെപ്ഷൻ ഉണ്ടാവും. ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ചില ഓസ്മോലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവയുടെ സെല്ലിലൊക്കെ ആ ഒരു ഓസ്മോലൈറ്റ്സ് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓസ്മോലൈറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് വാട്ടർ റിട്ടൻഷനും കൂടാതെ ടെർഗർ മെയിൻ്റെനൻസിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന രണ്ട് ഓസ്മോലൈറ്റ്സ് ആണ്. ഒന്ന് ഡ്രോട്ടില് വീറ്റില് പ്രോലൈൻ്റെ അക്യുമുലേഷൻ ആണ്. രണ്ടാമത്തത് ആ ഒരു സലൈനിറ്റി ആ ഒരു കണ്ടീഷനിലൊക്കെ ഷുഗർ കെയിൻ എന്ത് ചെയ്യും, ഷുഗർ അക്യുമുലേഷൻ കൂട്ടും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർ ഓക്സൈഡ്സ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് എൻസൈംസ് ഉണ്ടല്ലോ. ആ ആന്റി ഓക്സിഡന്റ് എൻസൈമിന്റെ ഒരു എക്സാമ്പിൾ ആണ് SOD എന്ന് പറയുന്നത്. SOD എന്താ ചെയ്യാന്ന് വെച്ചാൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ആ ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ ഓക്സിജന്റെ സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ് ഉണ്ടായിരിക്കും. അതാണ് O2 മൈനസ് എന്ന് പറയുന്നത്. ആ ഒരു ഓക്സിജനെ അവർ എന്താക്കിയിട്ട് മാറ്റും, ഹൈഡ്രജൻ പെറോക്സൈഡും ഓക്സിജനും ആക്കിയിട്ട് മാറ്റും. അതായത് ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്ന് പ്ലാന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ ഒരു സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഓരോന്നിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം, സലൈനിറ്റി സ്ട്രെസ് ആണ്. അപ്പൊ ഈ ഒരു സലൈനിറ്റി സ്ട്രെസ് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഒന്നാമത്തത് എന്താ, ഹൈ സോൾട്ട് കണ്ടന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഓസ്മോട്ടിക് സ്ട്രെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ
അയോൺ ടോക്സിസിറ്റി അല്ലെ, Na+Cl- പോലെയുള്ള അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പൊ അയോൺ ടോക്സിസിറ്റി വരാം. അത് ന്യൂട്രിയന്റ് ഇംബാലൻസിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓസ്മോട്ടിക് സ്ട്രെസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കേസിൽ വാട്ടറിന്റെ അപ്ടേക്കും അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അവിടെയും വാട്ടറിന്റെ കണ്ടന്റ് കുറയാം. ലീഫ് ബേണും ക്ലോറോസിസിനും അത് കാരണമാകുന്നുണ്ട്. ഗ്രോത്ത് ഇൻഹിബിഷനും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഇഫക്റ്റ് കൊണ്ട് റെസ്പോൺസ് മെക്കാനിസം, ആ പ്ലാന്റിൽ കാണിക്കുന്ന ചില റെസ്പോൺസ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു അയോൺ ടോക്സിസിറ്റി അല്ലെങ്കിൽ അയോണിന്റെ ഇംബാലൻസ് വരുമ്പോൾ എന്ത് വേണം, ആ അയോണിന്റെ ഹോമിയോസ്റ്റാസിസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സോഡിയം എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് ഒക്കെയാണ് ആ ഒരു പ്ലാന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഓസ്മോലൈറ്റിന്റെ അക്യുമുലേഷൻ ആണ്. ദെൻ ചില സ്ട്രെസ് ജീൻസിന്റെ ആക്ടിവേഷൻ. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എന്താണ് സലൈനേറ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് ഹാലോഫൈറ്റും രണ്ടാമത്തത് ഗ്ലൈക്കോഫൈറ്റ്സും ആണ്. അപ്പൊ ഹാലോഫൈറ്റ് എന്ന് പറയുന്നത് അതായത് ഹൈ സലൈനിറ്റിയെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിനെയാണ് ഹാലോഫൈറ്റ്, അതായത് സോൾട്ടി സോയിലിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്. അതിന് സോൾട്ട് റെഗുലേഷൻ മെക്കാനിസം ഉണ്ടായിരിക്കും. നമുക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് മാംഗ്രൂവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഗ്ലൈക്കോഫൈറ്റ്സ് ആണ്, അതായത് സോൾട്ടിന് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോൾട്ട് ഏരിയയിൽ അവർക്ക് വളരാൻ സാധിക്കില്ല, നോർമൽ ആയിട്ടുള്ള സോയിലിൽ മാത്രമേ വളരാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ സോൾട്ട് ടോളറൻസ് മെക്കാനിസം അവയിൽ ലാക്ക് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസും വീറ്റും ആണ് വരിക. ഇനി ഈ ഒരു സോൾട്ട് ടോളറൻസ് മെക്കാനിസം, ഈ ഒരു പറഞ്ഞ റെസ്പോൺസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതാണ്. ആ ഒരു പേരും ആ ഒരു ഡെഫിനേഷനും ഓർത്ത് വെക്കണം. ഒന്നാമത്തേതാണ് സോൾട്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സോൾട്ട് എക്സ്ക്ലൂഷൻ ആണ് ആക്ച്വലി ഒരു സോഡിയം എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സീക്വസ്ട്രേഷൻ എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ റൂട്ട്സ് എന്ത് ചെയ്യും, അതായത് പ്ലാന്റിന്റെ ഉള്ളിലോട്ട് എക്സസ് ആയിട്ട് ഈ ഒരു Na+ അല്ലെങ്കിൽ Cl- പോലെയുള്ള സോൾട്ടിന്റെ എൻട്രി, എക്സസ് ആയിട്ടുള്ള സോൾട്ടിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, അതെന്ത് ചെയ്യും, ഈ ഒരു ഷൂട്ടിലും ലീവ്സിലും സോൾട്ടിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ഇതാണ് ഹാലോഫൈറ്റ് ഉള്ള സാധാരണ സോൾട്ട് റെഗുലേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സോൾട്ട് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. സോൾട്ട് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻസ് ചില പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സോൾട്ട് ഗ്ലാൻസ് അല്ലെങ്കിൽ ബ്ലാഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സോൾട്ട് ഗ്ലാൻഡ് എന്ത് ചെയ്യും, എക്സസ് ആയിട്ടുള്ള സോൾട്ടിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, ലീഫിന്റെ സർഫേസിലൂടെ സോൾട്ട് സെക്രീറ്റ് ചെയ്യുന്നു ആ ഒരു ലീഫിന്റെ സർഫേസിലോട്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എട്രിപ്ലെക്സ്, മാംഗ്രൂവ് പോലെയുള്ള പ്ലാന്റിലാണ് കാണുന്നത്. നെക്സ്റ്റ് ഇത് മൂന്നാമത്തെയാണ്. മൂന്നാമത്തത് മോർഫോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ്. നമ്പർ വ്യത്യാസമുണ്ട്. മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സെക്യുലന്റ് ആയിട്ടുള്ള ലീവ്സ് അല്ലെങ്കിൽ സ്റ്റെം വാട്ടർ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ വാട്ടറിന്റെ അളവ് കൂടുമ്പോൾ അവിടെ ആ ഒരു സോൾട്ടിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ദെൻ ലീഫ് ഏരിയ കുറക്കുക, ട്രാൻസ്പിറേഷന്റെ റേറ്റ് കുറക്കുക, അതായത് പരമാവധി വെള്ളം തങ്ങി നിൽക്കുക സോൾട്ടിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് അയോൺ കമ്പാർട്ട്മെന്റലൈസേഷൻ. അയോൺ കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ ഉള്ളിൽ വാക്യൂൾസ് ഉണ്ട് അല്ലെ, ആ ഒരു വാക്യൂൾസിൽ എന്ത് ചെയ്യുക, സോൾട്ട് അയോൺസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഒരു സോൾട്ട് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കരുത്. സൈറ്റോപ്ലാസ്മിക് ടോക്സിസിറ്റി പ്രിവെന്റ് ചെയ്യുകയും സെല്ലുലാർ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഈ ഒരു അയോൺ കമ്പാർട്ട്മെന്റലൈസേഷനിലൂടെ. ലാസ്റ്റ് വൺ ആണ് ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെന്റ്. ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ചില സൊല്യൂട്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊലൈന്, ഗ്ലൈസിൻ, ബീറ്റൈന്, ഷുഗേഴ്സ് പോലെയുള്ളവയുടെ അളവ് കൂട്ടുക. അവ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവയുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുക. അപ്പൊ അവിടെ ഓസ്മാറ്റിക് ബാലൻസ് ഒരു സലൈൻ കണ്ടീഷനിൽ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഓസ്മോട്ടിക് സ്ട്രെസ്സിൽ നിന്ന് പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് സലൈനിറ്റി സ്ട്രെസ്. നെക്സ്റ്റ് ഹീറ്റ് സ്ട്രെസ്സും കോൾഡ് സ്ട്രെസ്സും ആണ്. ആ ഒരു ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഹീറ്റ് സ്ട്രെസ് എന്ന് നോക്കാം. ഒന്നാമത്തത് പ്രോട്ടീൻ അല്ലെ. ഹീറ്റ് എന്ന് പറയുന്നത് എന്താ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അപ്പൊ പ്രോട്ടീൻ എന്ത് ചെയ്യും, ഡീനാച്ചുറേഷൻ. നമ്മൾ PCR-ലൊക്കെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണല്ലോ പ്രോട്ടീന്റെ ഡീനാച്ചുറേഷൻ ഒക്കെ ചെയ്യുന്നത്, എന്നിട്ട് DNA-യുടെ ഡീനാച്ചുറേഷൻ ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോട്ടീൻ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഹൈ ഹീറ്റിൽ പ്രോട്ടീൻസിന്റെ ഡീനാച്ചുറേഷന് കാരണമാകും. ആ പ്രോട്ടീനിന്റെ ഡീനാച്ചുറേഷൻ കാരണമാകുമ്പോൾ എൻസൈമിന്റെ ഇനാക്ടിവേഷൻ,
നല്ല രീതിയിൽ എൻസൈമിന്റെ വർക്കിംഗ് ഉണ്ടാവില്ല, മെംബ്രെയിനിന്റെ ഇൻസ്റ്റെബിലിറ്റിക്കും കാരണമാകും. സോ ആ ഒരു ട്രാൻസ്പിറേഷന്റെ റേറ്റ് അവിടെ കൂടുകയാണ്. ഓക്കെ, ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കിട്ടില്ല, അപ്പൊ അവിടെ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. then it may also leads to pollen sterility. okay, ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ആ ഒരു റെസ്പോൺസ് മെക്കാനിസം എന്ന് പറയുന്നത് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ ആണ്. മെയിൻ ആയിട്ട് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ ആണ്. then അതുകൂടാതെ മെംബ്രെയിൻ സ്റ്റെബിലൈസേഷനും ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെയുള്ളത് ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ജീൻസിന്റെ എക്സ്പ്രഷനും. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ, അവയുടെ ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പ്രോട്ടീനിന്റെ ഡീനാച്ചുറേഷനും എൻസൈമിന്റെ ഇനാക്ടിവേഷനും കാരണമാകുന്നുണ്ട് എന്ന്. അപ്പൊ ഈ ഒരു ഹീറ്റ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അവയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ജീൻസ് ഉണ്ട്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ജീൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ത് ചെയ്യും? പ്രോട്ടീനിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഡീനാച്ചുർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോട്ടീന് ഒരു റിട്ടേൺ ബാക്ക് അല്ലെങ്കിൽ ആ ഒരു റീഫോൾഡിങ്ങിനും ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് കാരണമാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്താണ്? ഒരു മോളിക്യുലാർ ചാപ്പറോൺസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മോളിക്യുലാർ ചാപ്പറോൺസ് ആയിട്ടാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നത്. പ്രോട്ടീനിന്റെ ഡീനാച്ചുറേഷനെയും ആ ഒരു അഗ്രിഗേഷനിൽ നിന്നും പ്രോട്ടീൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനാണ് ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോൾഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അവയുടെ ഇഫക്റ്റ് നോക്കാം. ഒന്നാമത് കോൾഡ് അല്ലേ, എക്സ്ട്രീം കോൾഡ് വരുമ്പോൾ അവിടെ മെംബ്രെയിനിന്റെ റിജിഡിറ്റി കൂടുന്നു, എൻസൈമിന്റെ ആക്ടിവിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ, അതായത് ഫ്രീസിംഗ് ആണ്. കോൾഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്, ചില്ലിങ്ങും ഉണ്ട് ഫ്രീസിംഗും ഉണ്ട്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ഇംപയർഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളതല്ല. then it may leads to chlorosis and injury, then growth retardation കാരണമാകുന്നു. then response mechanism എന്ന് പറയുമ്പോൾ ചില ക്രയോ പ്രൊട്ടക്റ്റൻസ് ഉണ്ട്. ക്രയോ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം കോൾഡ് അല്ലേ, ആ ഒരു കോൾഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ക്രയോ പ്രൊട്ടക്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു particles ആയിരുന്നു അല്ലെ, ഷുഗേഴ്സും പ്രൊലൈൻസും, അവയുടെ അക്യുമുലേഷൻ എന്ത് ചെയ്യും? കൂട്ടും. then കോൾഡ് റെസ്പോൺസീവ് ആയിട്ടുള്ള ജീനിന്റെ ആക്ടിവേഷൻ ഉണ്ടായിരിക്കും. മെംബ്രെയിനിലെ ലിപ്പിഡ്സിന്റെ മോഡിഫിക്കേഷൻ, ആന്റി ഓക്സിഡന്റ് ഡിഫൻസ്, ഏകദേശം എല്ലാ സ്ട്രെസ്സിലും ഈ കാരണങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. രണ്ട് ടൈപ്പ് ഇഞ്ചുറി ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഒന്ന് ചില്ലിങ് ഇഞ്ചുറി ആണ്, ഡാമേജ് കോസ്ഡ് ബൈ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ നോൺ ഫ്രീസിങ് ടെമ്പറേച്ചർ ആണ്, അതായത് 0 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ലോ ആയിട്ടുള്ള നോൺ ഫ്രീസിംഗ് ടെമ്പറേച്ചറിലാണ് അവിടെ ചില്ലിങ് ഇഞ്ചുറി ആണ് ഉണ്ടായിരിക്കുക. ഇൻ കേസ് ആ ഒരു ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും താഴെയാണെങ്കിൽ അവിടെ ഐസ് ടിഷ്യൂസിൽ ഐസ് ഫോർമേഷൻ ഉണ്ടാകും. അത് ഫ്രീസിംഗ് ഇഞ്ചുറീസ് ആണ് കാരണമാകുന്നത്. ഓക്കെ, then last one ആണ് ലൈറ്റ് സ്ട്രെസ്, then ഹെവി മെറ്റൽ സ്ട്രെസ്. അപ്പോൾ ലൈറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഹൈ ആൻഡ് ലോ ലൈറ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവയുടെ ഇഫക്റ്റ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എക്സസ് ലൈറ്റ് ആണെങ്കിൽ, എക്സസ് ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോ ഓക്സിഡേഷൻ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഫോട്ടോ ഓക്സിഡേഷൻ, ലൈറ്റ് കൂടുമ്പോൾ അവിടെ ഫോട്ടോ ഓക്സിഡേഷന് കാരണമാകുന്നു. അത് ക്ലോറോഫിലിന്റെ ഡാമേജിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി അവിടെ കൂടുന്നു. ഓക്കെ, ലോ ലൈറ്റ് ആണെങ്കിലോ പുവർ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാവും ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസിന്റെ ഒക്കെ റേറ്റ് അവിടെയും റെഡ്യൂസ്ഡ്, ആ ഒരു ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കുറയാണ് ചെയ്യുക. ഓക്കെ, then എനർജി മെറ്റബോളിസം അവയെ ഇൻബാലൻസ് ആക്കുന്നു. then റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന്റെ ഫോർമേഷന് കാരണമാകുന്നു. ഓക്കെ, then മെയിൻ ആയിട്ടുള്ള റെസ്പോൺസ് മെക്കാനിസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ചില കെരോട്ടിനോയിഡ്സിന്റെ ആക്ടിവേഷൻ ആണ്. ഒരു കെരോട്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ്. എക്സസ് ആയിട്ടുള്ള ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോട്ടീൻസ് അല്ലെങ്കിൽ പിഗ്മെന്റ്സ് ആണ് കെരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. then എനർജി ഡിസിപ്പേഷൻ മെക്കാനിസംസ് ആക്ടിവേറ്റ് ആകുന്നു. then ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ഒരു ലൈറ്റിന്റെ സ്ട്രെസ് ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്
ഹെവി മെറ്റൽ ആണ്. ഓക്കെ, ആന്റി ഓക്സിഡന്റ് സിസ്റ്റം. അത് ഏത് സ്ട്രെസ് ആണെങ്കിലും ഒരു ആന്റി ഓക്സിഡന്റ് സിസ്റ്റവും കൂടി അതിൽ ഉൾപ്പെടുത്താം ട്ടോ. ലാസ്റ്റ് വൺ ആണ് ഹെവി മെറ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇഫക്റ്റ് എന്താണ്? ടോക്സിസിറ്റി ആണ് അല്ലെ. പ്ലാന്റിൽ ടോക്സിസിറ്റി, കാഡ്മിയം, ലെഡ്, മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽസിന്റെ അക്യുമുലേഷൻ ടോക്സിസിറ്റിക്ക് കാരണമാകാം. അവ എൻസൈമിന്റെ ഇൻഹിബിഷന് കാരണമാകും. മെറ്റബോളിസം ഡിസ്റപ്റ്റ് ചെയ്യുന്നു. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന്റെ ഓവർ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹെവി മെറ്റൽ സ്ട്രെസ്സിലാണ്. DNA ആൻഡ് പ്രോട്ടീൻസിന്റെ ഡാമേജ് ഉണ്ടാകുന്നു. ഗ്രോത്ത് സപ്രഷന് കാരണമാകുന്നു. ഇനി അതിന്റെ റെസ്പോൺസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒന്ന് ചെലീഷൻ അല്ലെങ്കിൽ കീലേഷൻ ആണ്. അതായത് മെറ്റൽസ് എന്ത് ചെയ്യും? ഫൈറ്റോ കീലാറ്റിൻസ് വഴി ബൈൻഡ് ചെയ്യും. ഒരു ടോക്സിസിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീലേഷൻ എന്നുള്ള പ്രോസസ്സ്. ദെൻ സീക്വസ്ട്രേഷൻ ഇൻടു വാക്യൂൾസിലോട്ട് ആ ഒരു ടോക്സിസിറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. വേസ്റ്റ് മെറ്റീരിയൽസിന്റെ സ്റ്റോറേജ്. ദെൻ ആന്റി ഓക്സിഡൻസിന്റെ ആക്ടിവേഷനും. ദെൻ ഡീടോക്സിഫിക്കേഷൻ ജീൻസ്, അതായത് ഇവിടെ ടോക്സിസിറ്റി റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇഫക്റ്റ് കുറക്കാൻ പറ്റുന്ന ഡീടോക്സിഫിക്കേഷൻ ജീൻസിന്റെ എക്സ്പ്രഷനുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു പ്ലാന്റ് സ്ട്രെസ് ഫിസിയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.